ലൂക്കാസ് സുവിശേഷം 1-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധമ്മ ഇങ്ങനെ പാടുന്നത്, പ്രാർത്ഥിക്കുന്നത് നമ്മൾ വായിക്കുന്നില്ലേ? അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ അല്ലെങ്കിൽ എളിമയെ കടാക്ഷിച്ചു. നമ്മൾ എളിമയോടുകൂടി നിന്ന കർത്താവ് പെട്ടെന്ന് കൃപയും അനുഗ്രഹവും നമ്മുടെ മേൽ ചൊരിയും. പരിശുദ്ധമ്മയുടെ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷ്യം. അമ്മ അതുകൊണ്ടാണ് പറയുന്നത്, അവിടുന്ന് തൻ്റെ ദാസിയുടെ എളിമയെ താഴ്മയെ കടാക്ഷിച്ചു എന്ന്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. കർത്താവിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന, കർത്താവിനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ഒരാൾക്കുള്ള ഏറ്റവും വലിയ കൃപയാണ് എളിമ. ഇത് എൻ്റെ അല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ ബുദ്ധിശക്തിയല്ല, എൻ്റെ കർത്താവ് എനിക്ക് തന്നതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ആത്മാവിൽ ദാരിദ്ര്യം, കർത്താവില്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ മുറുകെ പിടിച്ച് നിൽക്കുന്ന ഒരു ജീവിതമാണത് എളിമപ്പെടുക എന്ന് വെച്ചാൽ. പരിശുദ്ധ അമ്മ അങ്ങനെയല്ല നിൽക്കുന്നത്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് കൊടുക്കുകയാണ്. ഈശോ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മളും അങ്ങനെ വിട്ടു കൊടുക്കാൻ തുടങ്ങിയാണല്ലോ, നമ്മൾ എളിമപ്പെടാൻ തുടങ്ങിയാൽ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുകയും നമുക്ക് കൃപ ചൊരിയുകയും ചെയ്യുന്നു.